ഹായ്, വെൽക്കം ബാക്ക് ടു ശ്യാമ ആൻഡ് സൗമ്യാസ് വ്ലോഗ്. നൈറ്റ് വ്ലോഗ് അല്ലേ? നൈറ്റിൽ നമ്മൾ ഇന്ന് വീഡിയോ പിടിച്ചേക്കുന്നത്. ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടിയിരിക്കുകയാണ് ഇവിടെ. നാളെ നമുക്ക് എന്താ ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പം ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു റിലേഷനിൽപ്പെട്ട ആൾക്ക് ഞങ്ങൾ ഒരു വിരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കൂടെ അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ട് ഫാമിലി എല്ലാം കൂടെ ഇവിടെ ഒത്തുകൂടി കുറച്ച് കുക്കിംഗ് ഒക്കെ. അപ്പം അത് കുറച്ച് കുക്കിംഗ് ഒക്കെ ഞങ്ങളുടെ അച്ഛൻ്റെ കുക്കിംഗ് അല്ലേ? നമ്മുടെ അച്ചാച്ചനാണ് ഇന്നത്തെ താരം. സ്പെഷ്യൽ കുക്കിംഗ് അല്ലേ? അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും. നന്നായിട്ട് അച്ചാറിടും, മീൻകറി, നോൺ വെജ് ഒക്കെ വെക്കും. അപ്പം അച്ഛൻ്റെ കേരമീൻ കറി വെച്ചു. ഇനി അടുത്ത ഇറച്ചി വെക്കണം. അപ്പം അതെല്ലാം ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, വീഡിയോ ആക്കി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു അല്ലേ? അച്ഛൻ്റെ മെതേഡില്ല, ഞങ്ങളൊക്കെ വെക്കാം. എല്ലാവരും വെക്കുന്ന മെതേഡ് അങ്ങനെയാണെന്ന് അറിയത്തില്ല. അച്ഛൻ വെക്കുന്ന രീതിക്ക് എല്ലാ സാധനങ്ങളും എടുത്ത് അടുത്ത് ചേർത്ത് കൊടുത്തു. അച്ഛൻ തന്നെ അച്ഛന് പക്ഷെ ഫ്രെയിമിൽ വരുന്നത് ഇഷ്ടമല്ല. കടുകുകൾ പൊട്ടുന്നു, ഇച്ചിരി എന്തോ പ്രസംഗിക്കുന്ന പോലെ പ്രാസംഗികന. അപ്പൊ ആ രീതിയിൽ അപ്പം ഫ്രെയിമിൽ വരണ്ട, നിങ്ങളങ്ങ് പറഞ്ഞു കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. കുറച്ച് വീഡിയോ ഞങ്ങൾ ആ മീൻകറി വെക്കുന്നത് എടുത്തിട്ടുണ്ട്. മീൻ കറി വെക്കാൻ തുടങ്ങുകയാണ്. 1 കിലോ കേരളമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിൽ മഞ്ഞപ്പൊടി, കടുക് അരച്ചത് ഉൾപ്പെടെ ഉപ്പ് ഉൾപ്പെടെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്ന മീനാണ്. അടുത്തതായി ഉലുവാപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി എണ്ണ എടുത്ത് വെച്ചു, വെളിച്ചെണ്ണ. അതിനകത്തേക്ക് ആദ്യമായി കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായിട്ട് പുളി ഇടുന്നു. കടുക് പൊട്ടിയതിന് ശേഷം പുളി ഇടും. പച്ചമുളക് അല്ലേ? പച്ചമുളക് 2ആയിട്ട് കീറിയിടും. 5 പച്ചമുളക്. പച്ചമുളക് പുളി നമ്മൾ വഴറ്റായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇത് രണ്ടും കൂടെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചുവന്നുള്ളി, കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 4-5 കഷ്ണം ചെറുത്. ഞങ്ങളുടെ നാടൻ രീതിയാണ് ഈ പറയുന്നത്. അതെ, സ്പെഷ്യൽ നാടൻ രീതിയാണ്. മീൻകറിയാണ്. ഫ്രെയിമിൽ വരാൻ ഇഷ്ടത്തിന് താല്പര്യമില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അതോടൊപ്പം തന്നെ കറിവേപ്പില, അതോടൊപ്പം ഇടുന്നു. അടുത്തതായി കുരുമുളക് 2ആയി പിളർന്നത് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ മുളക് പൊടി, ഈ മല്ലിപ്പൊടി മിക്സായിട്ട് വെച്ചിരിക്കുന്നത് ഒരു 5 സ്പൂണ് മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, അത് നമ്മൾ ചേർത്ത് കൊടുക്കും. നന്നായിട്ട് മൂപ്പിക്കണം അല്ലേ? അതൊന്ന് ചെറുതായി ഒന്ന് ഇതായി വരുമ്പോൾ നമ്മളിവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ട്. തിളച്ച വെള്ളം ആണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അത് സ്റ്റവ് എത്തിക്കുന്നു, ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ച വെള്ളം
പൊടി നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ അല്ലേ? ആ ഇത്രയും വെള്ളം മതി. അരപ്പ് നല്ലപോലെ തിളച്ചതിന് ശേഷം ആ തിളച്ച് നിൽക്കുന്ന പരുവത്തിന് മീൻ കഷ്ണം പറക്കി അതിനകത്തേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ? അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഇത് അരപ്പും നമ്മുടെ മീനുമായി ഒന്ന് യോജിപ്പിച്ച് വെക്കുക. അതിനുശേഷം പോരായ്മ ഉപ്പൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പരുവത്തിന് ചേർത്ത് കൊടുക്കും. ഇതൊരു നാടൻ രീതിയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ശാസ്ത്രീയമായി ചെയ്യുന്നവർ ചിലപ്പോൾ മെത്തേഡൊക്കെ മാറ്റം ഉണ്ടാവും. എന്തായെന്നൊന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഇപ്പോൾ നോക്കുന്നത്. കുഴമ്പ് പരുവത്തിൽ അപ്പോൾ നമ്മുടെ കേരമീൻ കറി റെഡി ആയിട്ടുണ്ട്. തിളച്ച് പറ്റി നല്ല കുഴമ്പ് പരുവത്തിൽ ആയി വരുന്നു. ഇത് ആദ്യമേ തന്നെ കടുവ് ഒക്കെ പൊട്ടിച്ച് ആ എണ്ണയ്ക്കകത്താണ് മറ്റ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഉൾപ്പെടെയുള്ളത് വഴറ്റിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കടുവ് വറുത്തൊഴിക്കാം. അല്പം ഉള്ളി, കുറച്ച് കടുവ് ഒക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുവ് വറുത്ത് ഇതിനകത്ത് ഒഴിക്കുന്നത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറകെ തന്നെ ഭയങ്കര സൗണ്ടായിരിക്കും. നമ്മൾ മീൻകറി പിടിച്ചേക്കുന്നതിനൊന്നും സൗണ്ടും ക്ലിയർ അല്ല, ലൈറ്റിൻ്റെയും പ്രശ്നം കാണും. പക്ഷെ ഞങ്ങളത് വെച്ചപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് വെച്ച് അങ്ങ് എടുത്തു. അച്ഛൻ്റെ ഒരു കുക്കിംഗ് അല്ലേ, പുറകിൽ പിള്ളേരുടെ ബഹളമുണ്ട്, ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം അല്ലേ. അപ്പോൾ വീഡിയോ പിടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇൻട്രോ പറയുന്നത്. അപ്പോൾ ഇൻട്രോയും അതും എല്ലാം കൂടെ പറഞ്ഞ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരുന്നതായിരിക്കും.